നമസ്കാരം. യുകെയിലെ മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ പോലീസ് അതിക്രൂരമായി അയാളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഏഷ്യൻ വംശജനായ ഇയാളെ മർദ്ദിച്ചതിന് പിന്നിൽ വംശവെറിയാണ് എന്നുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നത്. അതിനിടെ ഈ സംഭവത്തിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ലോകമാകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നടന്ന അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായ വ്യക്തിയുടെ അമ്മ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരാളുമായി ഉണ്ടായ വാക്ക് തർക്കം, പിന്നീട് വിമാനം ഇറങ്ങിയതിന് ശേഷം അവർ തമ്മിലുള്ള വഴക്കിലേക്കും തുടർന്ന് കായികമായി നേരിടുന്നതിലേക്കും എത്തുകയായിരുന്നു. തങ്ങളുടെ അമ്മയോട് മോശമായി പെരുമാറിയ വ്യക്തിയെ ഈ രണ്ട് യുവാക്കൾ മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്നാണ് ഇവരെ പിടികൂടാനെത്തിയ പോലീസ് അതിക്രൂരമായ രീതിയിൽ ഇവരെ കൈകാര്യം ചെയ്തത്. ഈ ദൃശ്യങ്ങൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യനോട് ഇങ്ങനെ ആർക്കെങ്കിലും പെരുമാറാൻ കഴിയുമോ എന്ന് സംശയിക്കത്തക്ക തരത്തിലാണ് ഇത്ര ഭീകരമായ രീതിയിൽ മർദ്ദിക്കുന്നത്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ അയാളുടെ മുഖത്ത് ചവിട്ടുകയും ക്രൂരമായി മർദ്ദിക്കുകയൊക്കെ ചെയ്ത ഈ സംഭവത്തിൽ ഇപ്പോൾ ബ്രിട്ടനിലെങ്ങും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയവർ സ്റ്റേഷനിലേക്ക് ചീമുട്ടകളും മറ്റും വലിച്ചെറിയുകയും ചെയ്തു. പാകിസ്ഥാനിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് വന്ന സ്ത്രീയുടെ ബന്ധുക്കളാണ് ഈ ഇത്തരത്തിലുള്ള ഈ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത്. 19 25 വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെയാണ് പോലീസ് ഇത്രയും ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചത്. വിമാനത്തിനുള്ളിൽ വെച്ച് ഇവരുടെ മാതാവും മറ്റൊരു യാത്രക്കാരനും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി വേഗമായി നടന്നു നീങ്ങിയ ഇവരുടെ അമ്മയെ ഇയാൾ തള്ളിയിടുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് അവരെ സ്വീകരിക്കാനെത്തിയ മക്കൾ ഓടിയെത്തിയപ്പോൾ ഇയാളെ കാണിച്ചു കൊടുക്കുകയും സംഭവം വിവരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇരു കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റമുണ്ടായതെന്നും തുടർന്നെത്തിയ പോലീസ് ഈ രണ്ട് പേരിൽ ഒരാളെയാണ് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത്. അടുത്തയാളെയും അവർ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതായി റിപ്പോർട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും ക്രൂരമായി മർദ്ദനമേറ്റ യുവാക്കളുടെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ ബ്രിട്ടനിൽ പോലീസ് വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരായി സേവനമനുഷ്ഠിക്കുന്നവരാണ് എന്നുള്ളതാണ്. തങ്ങൾക്ക് തന്നെ ഇതാണ് അനുഭവമെങ്കിൽ മറ്റുള്ളവരുടെ നേർക്ക് ഈ പോലീസിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ചോദിക്കുന്നത്. മാത്രമല്ല, ബ്രിട്ടീഷ് പോലീസ് എക്കാലത്തും ഏറ്റവും മികച്ച രീതിയിൽ പെരുമാറുന്നതിന് പേരുകേട്ട ഒരു വിഭാഗം കൂടിയാണ്. അങ്ങനെയുള്ള ബ്രിട്ടീഷ് പോലീസിന് അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറിയത് ഇപ്പോൾ പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ഫാഹിർ എന്ന 19കാരനെയാണ് ഇത്രയും ക്രൂരമായി ബ്രിട്ടീഷ് പോലീസ് മർദ്ദിച്ചത്. മർദ്ദനത്തെ തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾക്ക് തലച്ചോറിന് ക്ഷതമേറ്റതായി പ്രാഥമിക മെഡിക്കൽ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇയാൾക്ക് നേരത്തെ ഇത് സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇപ്പോൾ അധികൃതർ അന്വേഷിക്കുന്നുമുണ്ട്. സ്ഥലം MP ആയ പോൾ വോ ഇത് സംബന്ധിച്ച് കുടുംബവുമായി സംസാരിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തി. ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ അന്വേഷണം തന്നെ നടക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പരിക്കേറ്റ യുവാവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചും താൻ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പോൾ വോ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിവരിക്കാൻ മർദ്ദനത്തിന് ഇരയായ യുവാക്കളുടെ കുടുംബം ഇനിയും തയ്യാറായിട്ടില്ല. കുടുംബത്തിലെ പലരും പോലീസ് ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇവർ അതിന് തയ്യാറാകാത്തത് എന്നും സൂചനയുണ്ട്. എന്താണെങ്കിലും മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ നടന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലൊരു കറുത്ത വർഗ്ഗക്കാരനെ അമേരിക്കൻ പോലീസ് ഉദ്യോഗസ്ഥൻ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതുപോലെ ഉള്ള അതിന് സമാനമായ ഒരു സംഭവമാണ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും അവിടുത്തെ സർക്കാർ അനുവദിക്കുന്നതല്ല. ഉദ്യോഗസ്ഥന്മാർ ഈ രീതിയിൽ നിലവിട്ട് പെരുമാറുകയാണെങ്കിൽ അവരുടെ മേൽ കർശന നടപടി തന്നെ എടുക്കുന്നതാണ് ബ്രിട്ടനിലെ പൊതുവായുള്ള രീതിയും. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാന കുറ്റവാളി ഉറപ്പായും ശിക്ഷിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രതിഷേധക്കാരുടെയും പ്രതീക്ഷ.